മാംഗ്ലൂർ ഇത് വെറും ഒരു നാടല്ല. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് മാംഗ്ലൂരിനെ പറ്റിയിട്ട് പല കഥകളും പറയാനുണ്ടാവും. +2 ശേഷം നേഴ്സിംഗ് കരിയർ ചൂസ് ചെയ്ത് ഞാൻ നേരെ വന്നത് മംഗലാപുരത്തേക്കാണ്. ഇവിടെ വന്നപ്പോഴാണ് എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ 1-2 കൊല്ലൊക്കെ എങ്ങനെ പോയെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കംഫർട്ട് സോൺ വിട്ടെന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത് പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ. എന്തിനു പറയണം, എന്റെ ഈ വ്ളോഗിങ്ങും ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകളും അതോടൊപ്പം നല്ല നല്ല ഫ്രണ്ട്സുകളും കിട്ടിയത് ഈ മാംഗ്ലൂർ വന്നിട്ടായിരുന്നു. പണ്ട് ആരോ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്താണോ അതായിരിക്കും നമ്മൾ ആവാന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ബാംഗ്ലൂർ തുടങ്ങിയ സിറ്റികളിൽ പോകുമ്പോഴാണ് നമ്മളെ ചുറ്റുപാട് വളരുന്നതോടൊപ്പം നമ്മൾ വളരുക. നല്ലതും ചീത്തയായ ഒരുപാട് പാഠങ്ങൾ ഈ 1-1.5 കൊല്ലത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ല നല്ല ഓർമ്മകളും ഇഷ്ടം പോലെയുണ്ട്. എന്നെ പോലെ തന്നെ ആയിരിക്കും +2 കഴിഞ്ഞിട്ടും അധികം കുട്ടികളും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അവരോട് ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് നിങ്ങളൊന്ന് പുറത്ത് കിടക്കണം. അത് മാംഗ്ലൂർ തന്നെയോ അതോ ബാംഗ്ലൂർ തന്നെയോ ആണെന്നുള്ളതില്ല. എന്നാലും നിങ്ങൾ പഠിക്കുന്നത് കുറച്ച് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഞാൻ പഠിക്കുന്നത് BSc നഴ്സിംഗ് ആയതുകൊണ്ട് പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് കോഴ്സൊക്കെ, എങ്ങനെയാണ് നമുക്ക് പഠിക്കാനൊക്കെ എളുപ്പമാണോ എന്നുള്ളതൊക്കെ. കോഴ്സ് എന്തായാലും നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളെ കരിയർ. നിങ്ങൾ എങ്ങോട്ടാണോ നിങ്ങളെ പാഷനേറ്റ് അത് ചൂസ് ചെയ്യാന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങളും ബാംഗ്ലൂരൊക്കെ ഉള്ള കോളേജിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക. ഞാൻ അതിനുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞുതരാം.